മച്ചന്മാരെ, ടെക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. മച്ചന്മാരെ, ഞാനിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെ ഒരു സംശയമാണ്. ഇപ്പോൾ കുറേ പേര് ചില നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പലരുടെ സംശയമാണ്, എന്താണ് AGF ലോ വോൾട്ടേജ് VB, എന്താണ് AGF ലോ വോൾട്ടേജ് VY, അതുപോലെ VR എന്നുണ്ടെങ്കിൽ കോമൺ VY VB VR ഇങ്ങനെ കാണിക്കുന്ന AGF ലോ വോൾട്ടേജ് ഇങ്ങനെ കാണിക്കുന്നത് ഇതെല്ലാം സെയിം കംപ്ലൈൻ്റ് ആണോ എന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കമൻറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എന്താണ് കാരണം, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്, കാരണം ഇതെല്ലാം ഒറ്റ കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് വെച്ചൊക്കെ മറക്കല്ലേ കേട്ടോ. എന്നാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ചാനലിലോട്ട് വേഗം കിട്ടത്തുള്ളൂ. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോകും. മച്ചന്മാരെ, AGF VB VY നമുക്കൊന്ന് പാനലും തുറന്നു നോക്കാം. ഈ AGFൻ്റെ കംപ്ലൈൻറ്റ് എല്ലാം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AGF VB VY VR ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് MCB. ഈ MCBന്ന് നമുക്ക് കറണ്ട് ഡയറക്റ്റ് നമുക്ക് ഒന്നെങ്കിൽ ഇന്നിൽ നിന്നല്ല ഔട്ട് ചെയ്യുന്നു. മെയിനായിട്ടും നമ്മുടെ ജനറേറ്ററിൽ നിന്ന് വരുന്ന ഇന്നുണ്ട്, ഈ 4 RYB ന്യൂട്രൽ, ഇതാണ് ഇൻപുട്ട്. ഈ ഇൻപുട്ടിൽ നിന്ന് ഡയറക്റ്റ് ലൈൻ വലിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു 3 ഫ്യൂസ് ഉണ്ടാവും. RY നമുക്ക് അടുത്തൊന്നും പറ്റുന്നില്ല. ഇത് RYB, ഈ 3 ഫ്യൂസ്, ഇത് ന്യൂട്രൽ. ഈ 3 ഫ്യൂസ് വഴിയാണ് നമ്മുടെ കൺട്രോളറിലേക്ക് ഈ RYBൻ്റെ ഇതുണ്ടോ, RYB ന്യൂട്രൽ ഇവിടെ സപ്ലൈ വരുന്നത്. അപ്പം ഈ 3 ഫ്യൂസിൽ ഏതെങ്കിലും ഒരു ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ Rൻ്റെ ഫ്യൂസാണ് പോയിട്ടുണ്ടെങ്കിൽ AGF ലോ വോൾട്ടേജ് VR എന്ന് കാണിക്കും. അപ്പോൾ Yൻ്റെ ഫ്യൂസാണ് പോയിട്ടുണ്ടെങ്കിൽ AGF ലോ വോൾട്ടേജ് VY എന്ന് കാണിക്കും. ഇനി ബ്ലൂവിൻ്റെയാണ് VB എന്ന് കാണിക്കും. അപ്പോൾ ഈ 3 ഫ്യൂസ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇവിടെ എന്താണ് സെൻസ് ആകുന്നത്, വോൾട്ടേജ് സെൻസ് ആകത്തില്ല. അപ്പം നമ്മുടെ കൺട്രോളറിൽ വോൾട്ടേജ് സെൻസ് ആകാത്തിടത്തോളം കാലം ഈ 3 ഫ്യൂസിൽ ഏതെങ്കിലും ഒരു ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ VB VR VY എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എഞ്ചിന് വോൾട്ടേജ് നമ്മുടെ ഈ 3 ഫ്യൂസിൻ്റെ താഴെ വന്ന് നിൽക്കുന്നുണ്ടോ, അതുപോലെ തന്നെ മേലെ വന്ന് നിൽക്കുന്നുണ്ടോ, അതുപോലെ തന്നെ കൺട്രോളറിൻ്റെ ഇവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ 3 ഫ്യൂസും കണ്ടിന്യൂറ്റി ഇട്ടിട്ട് ഓക്കെ ആണെന്ന് നോക്കുക. എന്നിട്ട് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഓക്കെ ആണ്. അതുപോലെ ഇപ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വോൾട്ടേജ് സെൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് വോൾട്ടേജ് ഇവിടുന്ന് എഞ്ചിന് വോൾട്ടേജ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് AGF ലോ വോൾട്ടേജ് VY VB VR ഒന്നും കാണിക്കത്തില്ല. നമ്മൾ കൺട്രോളർ സെൻസ് ചെയ്തില്ലെങ്കിൽ, അതായത് ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വയർ എന്തെങ്കിലും ബ്രേക്ക് ആവോ, ഈ ഫ്യൂസ് എന്തെങ്കിലും വേണമാവോ, ഫ്യൂസ് എന്തെങ്കിലും കത്തിപ്പോവോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നമുക്കങ്ങനെ ആ ഒരു അലാറം കാണിക്കത്തുള്ളൂ. അപ്പോൾ മച്ചാന്മാരെ, സംഭവം എന്നാന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.